ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഘർഷം ഇപ്പോഴത് വലിയ യുദ്ധമായി മാറിയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചെറിയ രീതിയിലുള്ള സംഘർഷം വലിയ രീതിയിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത. തായ്ലൻഡും കംബോഡിയയും ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ മരണസംഖ്യ 14 ആയിരിക്കുന്നു. അതിലൊരു തായ്ലൻഡ് സൈനികനുമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സാധാരണക്കാരാണ്. ആയിരക്കണക്കിന് പേർ ഇപ്പോൾ കംബോഡിയയിൽ നിന്നും പലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുമ്പോൾ അതിൻ്റെ ചരിത്രത്തിൻ്റെ നാൾവഴികളിലേക്ക് നമുക്കൊന്ന് പോകാം. തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിൻ്റെ മൂല കാരണം 1907 മുതൽ തുടങ്ങിയ അതിർത്തി തർക്കമാണ്. ഈ അതിർത്തി തർക്കം പിന്നീട് 1962 ഈ അതിർത്തിയിൽ അനവധി ക്ഷേത്രങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം പ്രീഗ് വിഹിയർ, ടാം മെർത്തോ എന്നിവ അടങ്ങിയ ഖൈമർ ക്ഷേത്രങ്ങളാണ്. ഇത് ഹിന്ദു ജൈന ക്ഷേത്രമാണ്. ശിവനാണ് പ്രധാന ആരാധനാമൂർത്തി. പിന്നീട് ബുദ്ധമതക്കാർ കൂടി ഈ ഒരു ക്ഷേത്രത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളും മറ്റും നടത്തി വന്നു. അതുകൊണ്ട് ഇതൊരു ഹിന്ദു ബുദ്ധ ക്ഷേത്രമാണ്. ശിവൻ പ്രധാന പ്രതിഷ്ഠയാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. ഏതായാലും ഈ ഹിന്ദു ഖൈമർ ക്ഷേത്രമാണ് ഈ തർക്കത്തിന് പ്രധാന കാരണം. 1907 ആണ് ഈ കംബോഡിയയും തായ്ലൻഡും അതിർത്തി പ്രശ്നം, അതായത് അതിർത്തി രണ്ടായത്. അതിനുശേഷം 1962 ഈ ക്ഷേത്രത്തെ ചൊല്ലിയുള്ള തർക്കം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തുകയും കോടതി ഈ ഹിന്ദു ഖൈമർ ക്ഷേത്രം, അതായത് പ്രീ ബിഹാർ ക്ഷേത്രം എന്നറിയപ്പെടും ഈ ക്ഷേത്രം കംബോഡിയൻ അതിർത്തിക്കുള്ളിലാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ തായ്ലൻഡ് ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പലവട്ടം തായ്ലൻഡും കംബോഡിയയും ഈ ക്ഷേത്രങ്ങളെ ചൊല്ലി തർക്കങ്ങളും യുദ്ധങ്ങളും ചെറിയ സംഘർഷങ്ങളുമായി കാലം കടന്നുപോയി. 2008 ലോക പൈതൃക പട്ടികയിലേക്ക് കംബോഡിയ ഈ ക്ഷേത്രത്തെ നിർദ്ദേശിക്കുകയും ഈ ക്ഷേത്രം അംഗീകരിക്കപ്പെടുകയും ചെയ്തതോടെ തായ്ലൻഡ് ഇതിനെതിരെ രംഗത്ത് വന്നു. തങ്ങളുടെ ക്ഷേത്രം അനധികൃതമായിട്ടാണ് കംബോഡിയ ഇത്തരത്തിൽ ചെയ്തത് എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോഴും സംഘർഷങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം സംഘർഷങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കംബോഡിയയിലെ ഒധാർ മീഞ്ചെ പ്രവിശ്യയുടെയും തായ്ലൻഡിലെ സുരിൻ പ്രവിശ്യയുടെയും ഇടയിൽ, ഈ രണ്ട് പ്രവിശ്യകളുടെയും മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമീപത്തുകൂടി പോവുകയായിരുന്ന ഒരു തായ്ലൻഡ് സൈനികന് കുഴിബോംബ് ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടു. തുടർന്ന് നടന്ന ചെറിയ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഒരുപക്ഷെ ഇടപെട്ടേക്കും. അമേരിക്കയ്ക്കും ചില സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെയുണ്ട്. ചൈനയും കണ്ണുവെക്കുന്ന ഇടം കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.